കൂട്ടുകാരെ, ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കഥയുടെ പേരാണ് ഐക്യമാണ് ശക്തി. ഒരിക്കൽ കൈയും കാലും വായും പല്ലും വയറുമായി കലഹമുണ്ടാക്കി. ഒരു പണിയും ചെയ്യാത്തവനാണ് വയറ്. എപ്പോഴും എന്തെങ്കിലും കൊണ്ടുവാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. കൈ പറഞ്ഞു, ശരിയാ, ഞാൻ കാണുന്നതൊക്കെ അവന് വേണം. വലിയ കൊതിയനാ. കണ്ണു കുറ്റപ്പെടുത്തി. അവൻ അനങ്ങില്ല. കിട്ടുന്നത് മുഴുവൻ ഞാൻ ചവച്ചരച്ചു കൊടുക്കണം. അകത്താക്കിയാൽ ഒരു നന്ദി വാക്കുപോലും പറയില്ല. വായ ദേഷ്യത്തോടെ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം. ഇനി നമുക്ക് വയറിനൊന്നും കൊടുക്കണ്ട. അവൻ തിന്നുന്നത് ഒന്നും കാണാമല്ലോ. അവൻ്റെ അഹങ്കാരം കുറയ്ക്കാൻ അതേ ഒരു വഴിയുള്ളൂ. കാലുകൾ പറഞ്ഞു. എല്ലാവരും അത് സമ്മതിച്ചു. ഇതെല്ലാം കേട്ട് വയറ് മിണ്ടാതിരുന്നതേയുള്ളൂ. ദിവസങ്ങൾ നീങ്ങി. കൈയിനും കാലിനും കണ്ണിനും വായ്ക്കും പഴയതുപോലെ ഒന്നിനും ഒരു ഉത്സാഹം ഉണ്ടായില്ലായിരുന്നു. നല്ല ക്ഷീണം. കുറച്ചു കഴിഞ്ഞപ്പോൾ അത് വലിയ തളർച്ചയായി മാറി. കണ്ണിൻ്റെ കാഴ്ച മങ്ങി. കൈയിനും കാലിനും അനങ്ങാൻ വയ്യാതായി. അപ്പോൾ വയറ് പറഞ്ഞു, സുഹൃത്തുക്കളെ, നമ്മൾ തമ്മിൽ ശണ്ട കൂടിയിട്ട് ഒരു കാര്യവുമില്ല. നമ്മളിൽ ആരുടെയും ജോലി മോശമല്ല. നിങ്ങൾ എനിക്കു തരുന്നതിൽ നിന്നാണ് നിങ്ങൾക്കുള്ള ഊർജം കിട്ടുന്നത്. ആ ഊർജമാണ് നിങ്ങൾക്ക് പിന്നെയും പിന്നെയും ആഹാരം സമ്പാദിക്കാനുള്ള ശക്തി തരുന്നത്. ഒന്ന് മനസ്സിലാക്കുക, നിങ്ങളില്ലെങ്കിൽ എനിക്കോ ഞാനില്ലെങ്കിൽ നിങ്ങൾക്കോ ജീവിക്കാനാവില്ല. അവയവങ്ങൾക്ക് തങ്ങളുടെ തെറ്റു മനസ്സിലായി. നമ്മുടെ കാര്യത്തിൽ മാത്രമല്ല, ലോകത്തിലെ ഏതു പ്രവർത്തനവും ഇതുപോലെ ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. അത് മനസ്സിലാക്കാൻ നമ്മൾ വൈകി. അവയവങ്ങൾ പരസ്പരം കുറ്റബോധത്തോടെ പറഞ്ഞു. ചുരുക്കത്തിൽ, ഒരുമയിലൂടെ ഏതൊരു ലക്ഷ്യവും നേടാൻ സാധിക്കും എന്നും ഭിന്നിച്ചു നിന്നാൽ തകർന്നു പോകും എന്നും ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നു. നന്ദി.